കേരള എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. പുതുക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നും പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ. തടസ്സ ഹർജിയുമായി CBSE വിദ്യാർത്ഥികളും സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. കീം പരീക്ഷയിൽ പുതുക്കിയ വെയിറ്റേജ് രീതി റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്താണ് സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ആഗ്രഹിച്ച കോഴ്സോ കോളേജോ ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒരു ഹോപ്പുമില്ലാതെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പിന്നെ ഇപ്പോഴും ഇങ്ങനെ പിന്തുണയും പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പോൾ ഒരു തവണ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണ് അധികം നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നീതി ഉറപ്പാക്കുക. പ്രോസ്പെക്ടസിലടക്കം മാറ്റം വരുത്താൻ സർക്കാർ അധികാരമുണ്ടെന്നും ഹർജിയിൽ സർക്കാർ ഒപ്പം ചേരുമെന്നുമാണ് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ. ഹിയറിംഗിന് പരിഗണിക്കുമ്പോൾ സർക്കാർ കവിയേറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ഈ കുട്ടികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കേസ് നമ്മളോടൊപ്പം ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്ക് നന്മ ഉണ്ടാകുന്ന കാര്യം മാത്രമേ ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഒരിക്കലും കുട്ടിക്ക് പിന്നെ ദോഷം ചെയ്ത ഒരു കാര്യമായിരിക്കില്ല ഉണ്ടാവുന്നത്. ഏതാനും കുട്ടികൾക്ക് ആർക്കാണോ ഒരു കുട്ടിയെ ബാധിക്കുന്ന വിഷയമാണെങ്കിലും കോടതിയിൽ പോകല്ലോ. അങ്ങനെ മാത്രം കണ്ടാൽ മതി. കോടതിയെ ബോധ്യപ്പെടുത്തും. കീമിലെ പ്രശ്നം നേരത്തെ ശരിയാക്കേണ്ടതായിരുന്നുവെന്ന് തോമസ് ഐസക് വ്യക്തമാക്കി. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ശ്രമം വൈകിപ്പോയി. ആ കുറവ് നമുക്ക് അടുത്ത വർഷം നികത്താം. വിദ്യാർത്ഥികൾക്കായി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് ഹാജരാവുക. ഹർജി ബുധനാഴ്ച പരിഗണിച്ചേക്കും. മീഡിയ 1, ഡൽഹി.